ഞങ്ങളിതാ കുംഭമേളയിലെത്തി. ഇതിനൊക്കെ കറക്റ്റായിരുന്നു. പിന്നെ ഞങ്ങൾ ഇറങ്ങി. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് വഴി അന്വേഷിച്ച് ഞങ്ങളിവിടെ 20 സെക്ടർ 20 സെക്ടർ 6 വരേണ്ടി വന്നു. ഇവിടെയാണ് ഞങ്ങൾക്ക് പരിചയമുള്ള ഒരാൾ മുഖാന്തരം ഇവിടെ ടെൻറ്റ് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ആളെ അന്വേഷിച്ച് ഞങ്ങൾ കുറേ നടന്നിട്ടാണ് കണ്ടുപിടിച്ചത്. കുറേ ഇവിടെ 12 മണി ആവാറായി എത്തിയപ്പോൾ 11:45 ആയി. അങ്ങനെ വന്ന് ഇവിടെ ഭക്ഷണം കഴിച്ചു. ഇനി ത്രിവേണി സംഗമത്തിൽ പോയി കുളിക്കണം എന്നുണ്ടെങ്കിൽ കുളിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ കുറേ അമ്പലങ്ങളിലൊക്കെ പോകാനുണ്ട്. അപ്പോൾ ഇവിടുത്തെ സൗകര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതാണ് ഞങ്ങൾക്ക് ഒരുക്കിയിട്ടുള്ള ടെൻറ്റ്. ലേഡീസിന് വേറെ ടെൻറ്റും ജെൻസിന് വേറെയാണ്. അപ്പോൾ ചേട്ടനും മോനും തൊട്ടപ്പുറത്തുള്ള ടെൻറ്റിലാണ്. അപ്പോൾ ഇതാണ് ഞാനെടുത്തിട്ടുള്ള കട്ടിൽ. ഏത് വേണമെങ്കിൽ യൂസ് ചെയ്തോളാൻ പറഞ്ഞു. അപ്പോൾ ഞാനത് എടുത്തിട്ടുണ്ട്. ഇങ്ങനൊരു 6 കട്ടിൽ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ കമ്പിളി പുതയ്ക്കാനുള്ള കട്ടിയുള്ള കമ്പിളിയെല്ലാം ഇവിടെ ഉണ്ട്. പിന്നെ താഴെയും ഇതുപോലെ ഇങ്ങനത്തെ എത്ര ടെൻ്റ് ഉണ്ടെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഞാനിപ്പോൾ വന്നിട്ടേ ഉള്ളൂ. ഇപ്പോൾ ഭക്ഷണം കഴിക്കാൻ വിളിച്ചു. അങ്ങനെ ഭക്ഷണം കഴിച്ചു. പായസവും ചപ്പാത്തിയും ചോറും 2 തരം കറിയും ഒക്കെ ആയിട്ട്, ദാലും പിന്നെ പരിപ്പ് കറിയും വേറൊരു കൂട്ടാനും കൂടിയിട്ട് ഉരുളക്കിഴങ്ങിൻ്റെ ഒരു കറിയൊക്കെ ആയിട്ട് അങ്ങനെ ഭക്ഷണമെല്ലാം കഴിഞ്ഞു. അപ്പോൾ ചേട്ടൻ അവിടെ വിളമ്പി കൊടുക്കുന്നുണ്ട്. ഇനി 2 ദിവസം ഇവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ നമുക്കും ഹെൽപ്പ് ചെയ്യണം എന്നൊക്കെയാണ് ആഗ്രഹം. അതിനനുസരിച്ചാണ് ഇനി സംഗമസ്ഥലത്ത് പോയി. അപ്പോൾ ഇനി സംഗമസ്ഥലത്ത് പോയി അവിടുത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് വരാം കേട്ടോ. കുറേ വിശേഷങ്ങൾ ഇനി കാണാനുണ്ട്. അപ്പോൾ കാഴ്ചകളിലേക്കൊക്കെ നിങ്ങളെ കൊണ്ടുപോകാം. ഓരോരോ വിശേഷങ്ങളായിട്ട് വരാം. അപ്പോൾ എല്ലാവരും നല്ല കണക്റ്റായിട്ടിരിക്കുക. ഓരോരോ വിശേഷങ്ങളായിട്ട് വേഗം തന്നെ വരുന്നതാണ്. ഇനി വൈകുന്നേരം കുംഭമേളയിൽ ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് കുറേ കാര്യങ്ങൾ കാണാനുണ്ട്. വരുന്ന വഴിക്ക് കുറേ കാര്യങ്ങൾ കണ്ടു കേട്ടോ. ഒന്നും അധികം വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല. എന്താ വെച്ചാൽ ഭാരമുള്ള 2 ബാഗും അതുപോലെ രാവിലെ തൊട്ട് ഞങ്ങൾ നടക്കുന്നത് ഒരു 4 മണിക്കൂർ നടന്നിട്ടാണ് ഇവിടേക്ക് എത്തിപ്പെട്ടത്. എവിടെയാണെന്നൊന്നും അറിയില്ല. അത്രയ്ക്ക് സ്ഥലങ്ങൾ, ഏക്കർ കണക്കിന് സ്ഥലത്താണ് ഈ കുംഭമേള പരന്ന് കിടക്കുന്നത്. അപ്പോൾ കുറേ ആൾക്കാർ സ്നാനം ചെയ്യുന്നുണ്ട്, കുറേ ആൾക്കാർ പല ആക്ടിവിറ്റി ഉണ്ട്. അപ്പം നമുക്ക് എവിടെയാണ് എന്താണ് സെക്ടർ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എത്തിപ്പെടാൻ ഭയങ്കര പാടായിരുന്നു. അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ പിന്നെ